ഇന്നലെയാണ് ഈ ഇന്ധന വില വർധനവ് ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നിതാ വീണ്ടും CNGക്ക് 2 രൂപയാണ് ഡൽഹിയിൽ വർദ്ധിച്ചിരിക്കുന്നത്. 1 കിലോ CNGക്കാണ് ഈ 2 രൂപ നിരക്ക് വർധനവുണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ നിലവിലെ നിരക്ക് അനുസരിച്ച് ഇനി 83 രൂപ 9 പൈസയാണ് CNGക്ക് നൽകേണ്ടതായിട്ട് വരിക. നേരത്തെയും സമാനമായിട്ടുള്ള വില വർധനയുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ ആഴ്ച 1 രൂപ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും 1 രൂപ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടർച്ചയായി ഇത് 3-ാം തവണയാണ് ഈ വർധനയുണ്ടായിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില വർധന കാരണം സാധാരണക്കാരൊക്കെ വലിയ ആശങ്കയിലാണ്. ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷെ അതേസമയം ഇത്തരത്തിലേക്ക് വില വർധനവ് ഉണ്ടാവുന്നത് സാധാരണക്കാരെ വീണ്ടും വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഡൽഹിയിൽ 83 രൂപ 9 പൈസയാണ് 1 കിലോ CNGക്ക് ഇനി നൽകേണ്ടി വരിക. ഒരു വില വർധനവിലേക്കടക്കം കാര്യങ്ങൾ പോവില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ഒക്കെയാണ് കേന്ദ്ര വൃത്തങ്ങളൊക്കെ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി നടത്തിയ അന്തർ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയത് നമ്മളുടെ പക്കൽ ആവശ്യത്തിന് സ്രോതസ്സുണ്ട്, ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അടിക്കടി ഉണ്ടാകുന്ന ഈ വില വർധനവ് അത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലെയും ഈ പെട്രോളിനും ഡീസലിനും വില വർധനവ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇതാ ഇപ്പോൾ ഡൽഹിയിൽ CNGക്കും വില ഉയർന്നിരിക്കുകയാണ്.